ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 11ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇവളുമാർ ശരിക്കും എന്നെയാണ് ദത്തിനെയാണ് കാണാൻ വന്നേ പറഞ്ഞ അവർ പോകുന്നു നോക്കി മനസ്സിൽ പറഞ്ഞു. തണുപ്പത്തിരിക്കണ്ട, അകത്ത് പോയി കിടക്ക്. രാവിലേക്കുള്ള കഞ്ഞി കോകില കൊണ്ടുവരണമെന്ന് ചോദിച്ചു. വേണ്ട. അത് കേട്ടവൻ പറഞ്ഞ ദേഷ്യത്തിൽ പറഞ്ഞു. നീ ഇന്നലെ പറഞ്ഞത് സത്യമാണ് ദത്ത? നീ ശരിക്കും MSc മാത്സ് ആയിരുന്നോ? ഞാനെന്തിനാ വെറുതെ പറയണേ? ദത്തൻ ചോദിച്ചു. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും പഠിച്ചിട്ട് നീ എന്തിനാ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യണേ? നല്ല വല്ല ജോലിക്കും പൊക്കൂടെ? അതിന് വർക്ക്ഷോപ്പിലെ ജോലി മോശമാണെന്ന് ആരാ നിന്നോട് പറഞ്ഞേ? അങ്ങനെയല്ല ദത്ത, വർക്ക്ഷോപ്പിലെ ജോലി കുറച്ചുകൂടി ബുദ്ധിമുട്ടല്ലേ, അതാ പറഞ്ഞത്. എന്റെ സൗകര്യവും ബുദ്ധിമുട്ടും നീ അന്വേഷിക്കാൻ വരണ്ട. നീ ആദ്യം നിന്റെ കാര്യം നോക്ക്. അത് പറഞ്ഞ അവൻ പുറത്തേക്ക് പോയി. കഴിഞ്ഞ ദിവസത്തെ പോലെ ആ ദിവസം അങ്ങനെ കടന്നുപോയി. രാത്രി വർണ്ണയുടെ മുറിയിൽ തന്നെയാണ് ദത്തൻ കടന്നത്. പിറ്റേ ദിവസം ആദ്യം ഉണർന്നത് ദത്തൻ തന്നെയായിരുന്നു. അവൻ നോക്കുമ്പോൾ വർണ്ണ നല്ല ഉറക്കത്തിലാണ്. അവൻ ഒരു തോർത്തുമുണ്ട് എടുത്ത് കുളിക്കാനായി പുഴക്കരകിലേക്ക് പോയി. കുളി കഴിഞ്ഞ് വരുമ്പോൾ ബെഡിൽ ചുമരും ചാരി ഇരുന്ന് കാര്യമായ എന്തോ ആലോചനയിലാണ് വർണ്ണ. നീ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ? ഡ്രസ്സ് മാറ്റുന്നതിനിടയിൽ ദത്തൻ ചോദിച്ചു. ഡി, നിന്നോട് ചോദിച്ചേ? പറഞ്ഞ മറുപടി ഒന്നും പറയാതിരുന്നപ്പോ ദത്തൻ ഉറക്കലറി. എന്താ എന്താ ചോദിച്ചേ? ബെസ്റ്റ്, നീ നോക്കത്തുന്നല്ലേ? ഇന്ന് നീ ക്ലാസ്സിൽ പോകുന്നുണ്ടോന്ന് ചോദിച്ചേ? പോകണോ വേണ്ടോന്ന് ആലോചനയിലാണ്. അവൾ താടിക്കും കൈ കൊടുത്ത് പറഞ്ഞു. അതെന്താ ഇത്ര ആലോചിക്കാൻ? പനി മാറിയില്ലേ? അവളുടെ അരികിലേക്ക് വന്ന് നെറ്റിയിൽ തൊടാനായി ദത്തൻ കൈ ഉയർത്തിയെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കൈ പിൻവലിച്ചു. അയ്യെങ്കിൽ പോവണ്ട, നാളെ മുതൽ പോയാൽ മതി, റെസ്റ്റ് എടുത്തോ. ഞാൻ പുറത്തേക്ക് പോവാ. അത് പറഞ്ഞ് അവൻ ഇറങ്ങി പുറത്തേക്ക് പോയി. ഇവനെന്തിങ്ങനെ കണ്ണി ചോറില്ലാത്ത സാധനം? ഞാനെന്തിനാ വെറുതെ ഇവിടെ ഇരിക്കണേ? എന്തായാലും ക്ലാസ്സിൽ പോയേക്കാം. ജോലിക്ക് കയറുമ്പോൾ തന്നെ ലീവ് എടുക്കുന്നത് ശരിയല്ലല്ലോ. മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വർണ്ണ എണീറ്റ് കുളിച്ച് റെഡിയായി. ഡിയാനു, വർണ്ണ അവളുടെ വീടിന് മുന്നിൽ വന്ന് ഉറക്കെ വിളിച്ചതും അനു ബാഗും തൂക്കി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. നീ എന്താ ക്ലാസ്സിലേക്ക് ഉണ്ടാ? ഉണ്ട്, വേഗം വാ, ഇപ്പൊ തന്നെ നേരം വൈകിയല്ലോ. അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേനി ഇറങ്ങി വന്നിരുന്നു. 2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവർ ബസ് സ്റ്റോപ്പിൽ 3 പേരും എത്തി. നീ ഒരു കാര്യം അറിഞ്ഞ പറഞ്ഞേ? നമ്മുടെ ക്ലാസ്സിലെ മറ്റേ പഠിപ്പില്ല വന്തിക, അവളുടെ കല്യാണം കഴിഞ്ഞു. ഉച്ചക്കിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു അവർ 3 പേരും. കല്യാണ ഇത്ര പെട്ടെന്നാ? അതെ, ടിക്ടോക്ക് കല്യാണം, എള്ളോളം തരി പൊന്ന്. ഞായറാഴ്ചയായിരുന്നു കല്യാണം. അവള് പഠിപ്പിയായതുകൊണ്ട് ഇന്നലെ ക്ലാസ്സിലേക്ക് വന്നിരുന്നു. താലിമാലി ഒരു കൊട്ട സിന്ദൂരൊക്കെ തൊട്ടിട്ട്. അവളുടെ ഹസ്ബൻഡിനെ KTM ഒക്കെ ഉണ്ട്. അയാളെ രാവിലെ കൊണ്ടുവന്നാക്കിയ ഒരു ഫ്രീക്കനാണ്. അല്ല പറഞ്ഞ മോളെ, നിന്റെയും കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെന്താ നീ സിന്ദൂരം താലിയൊന്നും ഇടാത്തെ? അതിന് സംശയത്തോടെ ചോദിച്ചു. ഞാനും ദത്തനും മനസ്സുകൊണ്ട് ഒരുപാട് അകലെയാ. പിന്നെ വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ സിന്ദൂരം താലിയൊക്കെ ഇട്ട് നടന്നിട്ട് എന്താ കാര്യം? എനിക്കതിന് താല്പര്യമില്ല, ദത്തന് അത്രയില്ല. പിന്നെന്തിനാ അതൊക്കെ? അതും ശരിയാ, വേണി പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, ഇന്നലെ നിങ്ങൾ ആരെ കാണാനാ വീട്ടിൽ വന്നേ? എന്നെ അതോ ദത്തനെയാ? നിന്നെ കാണാൻ തന്നെ വന്നേ. പിന്നെ ദത്തനെ കണ്ടപ്പോ വെറുതെ സംസാരിച്ചു എന്ന് മാത്രം. നിങ്ങൾ എന്തിനാ അവന്റെ നമ്പർ ചോദിച്ചേ? ഞങ്ങളെല്ലോട് ചോദിച്ചത്, ദത്തൻ ഇങ്ങോട്ട് ചോദിച്ചതാ. എന്നിട്ട് ഏട്ടന്റെ നമ്പർ തന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോ നിന്നെ കാണാതാന്ന് ഒരുപാട് ടെൻഷൻ അടിച്ചാണ്, അതാ. പിന്നെ ഒന്നായിരിക്കില്ല. ദേ പറഞ്ഞേ, നീ വെറുതെ പൊട്ടം കളിക്കല്ലേ. ഒന്നുമില്ലാതെ നിന്നെ അന്വേഷിച്ചത് മഴയും കൊണ്ട് അങ്ങോട്ട് വരുവോ? ശരിയാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവൻ. പിടിതരാത്തൊരു ടൈപ്പ് ക്യാരക്ടറാ. ചിലപ്പോ ചിരിച്ചുകൊണ്ട് നന്നായി സംസാരിക്കും, ചിലപ്പോ കടിച്ചു കയറാൻ വരും. ഒരു മനസ്സിലാക്കുന്നില്ല അവന്റെ സ്വഭാവം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഉച്ചയ്ക്ക് ശേഷം ദത്തൻ വീട്ടിലെത്തിയപ്പോൾ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്നും പറഞ്ഞ ക്ലാസ്സിൽ പോയി എന്ന് അവനും മനസ്സിലായി. ചെടിച്ചട്ടിയിൽ നിന്നും കീയെടുത്ത് അവൻ ഡോർ തുറന്നു. വന്നതും അവൻ നേരെ കിടന്നുറങ്ങി. വൈകുന്നേരമായി എഴുന്നേൽക്കാൻ. ഫോണിൽ നോക്കി മറത്തിരിക്കുമ്പോഴാണ് ഒരു കാർഡ് ഇളകി വരുന്ന പോലെ തോന്നിയത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് വർണ്ണയും അവളുടെ വാതികളുമാണെന്ന് മനസ്സിലായത്.
മൂന്ന് പേരുടെയും കയ്യിൽ കുറെ ചെടികളും കമ്പുകളും ഒക്കെ ഉണ്ട്. അത് കണ്ട് ദത്തനും ചിരി വരാൻ തുടങ്ങി. ഹായ് ദത്തേട്ടാ. അവനെ കണ്ടത് അനു പറഞ്ഞു. ഇതെന്താ ഈ കാടും ചെടിയൊക്കെ ആയിട്ട്? അവൻ ചിരിയോടെ ചോദിച്ചു. ഇതന്നെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ 2-3 ചെടികൾ വീട്ടിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞതാ ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ പോയപ്പോ ആ ഭാഗത്തെ കംപ്ലീറ്റ് ചെടിയും കാടും എല്ലാം ഞങ്ങളെ കണ്ട് എടുപ്പിച്ചു. കയ്യിലുള്ള ചെടിയും മറ്റും താഴെ വെച്ചോണ്ട് വേണി പറഞ്ഞു. ഇതൊക്കെ വെറും ചെടികളല്ല, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ സ്വന്തം മക്കളാ. അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം തന്റെ കയ്യിലെ ചെടികൾ താഴെ വെച്ചോണ്ട് പറഞ്ഞു. എന്നാ അമ്മേ മക്കൾ എന്താന്ന് വെച്ചാ ചെയ്തോ. ഇപ്പൊ കൂട്ടിനൊരു അച്ഛനെ കൂടെ കിട്ടിയല്ലോ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞങ്ങള് പോവാ, വേണി പറഞ്ഞു. ഇനി മേല ഈ വക കൂടായപ്പം പറഞ്ഞ് ഞങ്ങളെ വിളിച്ച ബാക്കി ഞങ്ങൾ അപ്പ പറയാം. അത് പറഞ്ഞ് അനുവും പിന്നാലെ വേണിയും പുറത്തേക്ക് പോയി. അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ. ദത്തനെ നോക്കി പുച്ഛിച്ചോണ്ട് വർണ്ണാകത്തേക്ക് കയറിപ്പോയി. നിനക്ക് ക്ലാസ്സിൽ പോയിട്ട് വയ്യായി ഒന്നും വന്നില്ലാലോ? റൂമിലേക്ക് വന്നുകൊണ്ട് ദത്തൻ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, ഞാൻ പുറത്തേക്ക് പോവാ. ടേബിളിന് മുന്നിൽ നിന്നും കീ എടുത്തോണ്ട് ദത്തൻ പറഞ്ഞു. ദത്താ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? ഞാനതിന് നിന്നോട് എപ്പോഴാ കള്ളം പറഞ്ഞിട്ടുള്ളേ? ഈ കാര്യത്തിൽ നീ ചിലപ്പോ കള്ളം പറയും. അതാ നിനക്ക് ഇണങ്ങാതെ കാര്യം പറവണേ. നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടല്ലേ? അതുകൊണ്ടല്ലേ നീ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കെയറിങ് കാണിക്കണേ? എന്നെ ഫേസ് ചെയ്യാനുള്ള മടിയോണ്ടല്ലേ ഞാൻ വീട്ടിലുള്ളപ്പോൾ നീ പുറത്തു പോകുന്നേ? അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. പനി പിടിച്ചപ്പോ നിനക്ക് ആകെ ഉണ്ടായിരുന്നു ഇത്തിരി ബോധം പോയോ? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിക്കോളും. അത് പറഞ്ഞ ദത്തൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോടോ, അവൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഉത്തരം വേണല്ലേ? എന്നാൽ നീ കേട്ടോ, എനിക്ക് നിന്നെ ഒരു തരി പോലും ഇഷ്ടമില്ല. നീ ഈ വീട്ടിൽ നിൽക്കുന്നത് പോലും എനിക്ക് ശല്യ. നിന്നെ കൺമുന്നിൽ കാണുന്നത് പോലെ എനിക്ക് ദേഷ്യ. അതുകൊണ്ടാ ഞാൻ നീ ഈ വീട്ടിലുള്ളപ്പോ ഞാൻ പുറത്തു പോണേ. അത് പറഞ്ഞ് വണ്ടി എടുത്ത് പുറത്തേക്ക് പോയി. ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. അവൾ വാതിലടച്ച് റൂമിലേക്ക് വന്നു. കുളിക്കാനൊരു മടി, അതുകൊണ്ട് ഡ്രസ്സ് മാറ്റി അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു. നിനക്ക് അവനോട് പ്രണയാണ് അല്ലേ പറഞ്ഞേ? അവൾ കണ്ണാടിയിൽ നോക്കി ചോദിച്ചു. പ്രണയോ? അത് എനിക്ക് ദത്തനോട്? അവൾ കണ്ണാടിയിൽ നോക്കി ചിരിച്ചു. നീ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കണ്ട പറഞ്ഞ. നിനക്ക് ദത്തനെ ഇഷ്ടാണ്. അവന്റെ വാക്കുകൾ നിന്റെ മനസ്സിനെ അത്രയും മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാവാതെ നീ പുറമെ ചിരിക്കണോ? ഇല്ല, എനിക്ക് ദത്തനെ ഇഷ്ടമല്ല. അവനെ വട്ടുപിടിപ്പിക്കാൻ ഞാൻ വെറുതെ ഓരോന്നും പിന്നാലെ നടന്നു പറയണയാ. അത് പറയുമ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിനക്ക് അവനെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ കെട്ടി കാലി നീ കഴുത്തിലിട്ട് നടക്കണേ? ആ ചോദ്യത്തിന് അവളുടെ അടുത്ത് മറുപടി ഉണ്ടായിരുന്നില്ല. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ ബെഡിൽ വന്ന് കിടന്നു. കുറെ കരഞ്ഞ് അങ്ങനെ കിടന്നു. മനസ്സിനൊരാശ്വാസം തോന്നിയപ്പോൾ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. സമയം ഇരുട്ടാവാറായി. അവൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ചെടികൾ മുറ്റത്ത് കുഴിച്ചിടാൻ തുടങ്ങി. ദത്തൻ വരുമ്പോൾ വർണ്ണ ഇരട്ടത്തുനിന്ന് എന്തോ ചെയ്യാണ്. ഡി, നീ എന്താ ഇവിടെ നിന്ന് ചെയ്യണേ? ഇങ്ങ് കയറി നിന്നേ. ഇതാ കഴിഞ്ഞു ദത്ത, 2-3 ചെടികൾ കൂടിയുള്ളോ? അയ്യൊരു മടിപ്പില്ലേ? അവളും അവളുടെ ഒരു ചെടി. നീയായിട്ട് അകത്തേക്ക് കയറി വരണം, അതോ ഞാൻ നിന്റെ ചെടികൾ വലിച്ചു കളയണ? അകത്തേക്ക് വരാം, അല്ലെങ്കിൽ കാലൻ പറഞ്ഞപ്പോൾ ചെയ്യും. വർണ്ണ പിറുപുറത്തുകൊണ്ട് കയ്യും കാലും കഴുകി അകത്തേക്ക് കയറിപ്പോയി. ഫീസ് അടക്കേണ്ട ദിവസം അടുത്തു വരാറായി. നാളെ മോതിരം പണയം വെക്കണം. പിന്നെ ഓണറോട് ഈ മാസത്തെ സാലറി മുൻകൂട്ടി ചോദിക്കണം. മറ്റന്നാൾ അയാൾ ഷോപ്പിൽ വരുമല്ലോ, അപ്പൊ ചോദിക്കാം. അവൾ രാത്രി കിടക്കുമ്പോൾ ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചു. ദത്താ, നീ ഉറങ്ങിയോ? എന്തേ? എനിക്ക് ഉറക്കം വരുന്നില്ല. അതിന് ഞാൻ എന്താ നിന്നെ താരാട്ട് പാടി ഉറക്കണ? തരുവോ? എന്നാ ഞാൻ നിന്റെ അടുത്ത് വന്ന് കിടക്കട്ടെ? വായടച്ച് മിണ്ടാതെ കിടന്നോ, അല്ലെങ്കിൽ ചുരുട്ടി കൂട്ടി പുറത്തു കൊണ്ട് വിടും ഞാൻ. ദത്താ, എനിക്ക് ഉറക്കം വരാത്തോണ്ടല്ലേ. ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണെ. ദത്താ, നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ബുക്കിലെടുത്ത് പഠിച്ചോ, അതെങ്കിലും നടക്കട്ടെ. വേണ്ട, എനിക്ക് ഉറക്കം വന്നു. അവൾ തലവഴി പുതപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു കിടന്നു. രാവിലെ ക്ലാസ്സിൽ പോകാനായി അവൾ കുളിച്ച് റെഡിയായി. അലമാരയിൽ നിന്നും മോതിരം എടുത്തു. എന്തോ ഒരു സങ്കടം അവളുടെ മനസ്സിൽ വന്നു നിറഞ്ഞു. അതോടൊപ്പം തന്നെ അന്ന് അമ്മായി തന്ന ചെയിൻ കൂടെ ഉണ്ടായിരുന്നു.
ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൾ കഴുത്തിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച മഞ്ഞ ചരടി കോർത്ത താലി പുറത്തെടുത്തു. ചരടിൽ നിന്നും ലോക്കറ്റ് അഴിച്ച് അവൾ ചെയിനിലിട്ടു. ശേഷം കഴുത്തിലിട്ട് ആരും കാണാതെ ഇരിക്കാൻ ടോപ്പിനുള്ളിലേക്ക് മറിച്ചു വെച്ചു. ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ദത്തൻ കുളി കഴിഞ്ഞ് ആരോടെ ഫോണിൽ സംസാരിച്ചു വരികയായിരുന്നു. ദത്ത, ഞാൻ പോവാ. അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഒന്ന് ഉയർന്നു പൊങ്ങി അവന്റെ കഴുത്തിലായി ഉമ്മ വെച്ചതും സംസാരിച്ചുകൊണ്ടിരുന്ന ദത്തന്റെ കയ്യിലെ ഫോൺ താഴെ വീണു. വർണ്ണ അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ഓടി. ഈ ഉമ്മ 2 പേർക്ക് വേണ്ടിയാണ്. ഒന്ന് ദത്തന്, എന്നെ ഇന്നലെ ഓരോന്നും പറഞ്ഞ് കരയിപ്പിച്ചതിന്, പിന്നെ സ്മിതയ്ക്ക് വേലിക്ക് അപ്പുറം നിന്ന് എന്റെ പ്രോപ്പർട്ടി വായ നോക്കുന്നതിന്. അവൾ സ്മിതി ഒന്ന് നോക്കി റോഡിലേക്ക് ഇറങ്ങി. കവളിൽ ഉമ്മ കൊടുക്കണം എന്നായിരുന്നു, പക്ഷെ എത്തുന്നില്ല. എന്തുകൊണ്ടോ കഴുത്തിലാണ് കൊടുത്തത്. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. കോളേജിലേക്ക് പോകുന്ന വഴി അവർ അനുവിന് പരിചയമുള്ള ഒരു പണയക്കടയിൽ കയറി മോതിരം പണയം വെച്ചു. അമ്പോ, സൂപ്പർ ചേട്ടൻ, ബില്ലടിക്കാനിരുന്ന ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ. വർണ്ണ പുറത്തേക്ക് പോകുന്ന ഒരു കസ്റ്റമറെ നോക്കി ആത്മകഥിച്ചു. വർണ്ണ, മെൻ സെഷനിലെ കമ്പ്യൂട്ടറിന് എന്തോ പ്രോബ്ലം, ബില്ലടിക്കാൻ പറ്റുന്നില്ല, ഇതൊന്ന് ബില്ലടിച്ചേക്ക്. 2-3 സാധനങ്ങൾ കൊണ്ടുവന്ന ഒരു സെയിൽസ് ഗേൾ പറഞ്ഞു. ശരി ചേച്ചി. അവൾ ഓരോന്നെടുത്ത് ബില്ലടിക്കാൻ തുടങ്ങി. ഷർട്ട്, പാൻസ്, പെർഫ്യൂം, ഹെയർ ജെല്, ടോട്ടല് 9860. ബില്ലിലെ എമൗണ്ട് കണ്ട് വർണ്ണ ഒന്ന് ഞെട്ടി. എന്റെ ശിവനെ, ഈ 4 സാധനത്തിന് ഇത്രയും രൂപയാ? ഒന്ന് റൗണ്ടാക്കിയ 10,000 രൂപ. ഈ പൈസ കൊണ്ട് സാധാരണക്കാരനാണെങ്കിൽ ഒരു മാസം അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഓരോരുത്തരുടെ ഭാഗ്യം. അവൾ മനസ്സിൽ പറഞ്ഞ കസ്റ്റമർക്ക് ബില്ല് നീട്ടിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ശരിക്കും ഞെട്ടി. ദത്തന്റെ മുഖത്ത് അവളെ അവിടെ വെച്ച് കണ്ട അതിശയം തന്നെയായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ബിൽ വാങ്ങി ക്യാഷ് പേ ചെയ്ത് സാധനങ്ങളുമായി പുറത്തേക്ക് പോയി. മോളെ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നോട്ടേടി. വീട്ടിലേക്ക് പോകുന്ന വഴി അനുവിന്റെ വീടിന് മുന്നിലെത്തിയതും വർണ്ണ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എത്ര ദിവസം നീ ഇങ്ങനെ തന്റെ മുന്നിൽ നിന്ന് മറിഞ്ഞു നടക്കും? നീ എന്തിനാ പറഞ്ഞ പേടിക്കണേ? നീ നിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോണേ. അത് മാന്യമായ ജോലിക്കല്ലേ, പിന്നെന്താ കുഴപ്പം? നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോ. വേണി അവളെ ആശ്വസിപ്പിച്ചു. വേണി അനുവിന്റെ ആത്മവിശ്വാസത്തിലാണ് പിന്നെ വർണ്ണ വീട്ടിലേക്ക് നടന്നത്. പടി കടന്ന് അകത്തേക്ക് കയറിയതും കൺമുന്നിൽ കണ്ട കാഴ്ച അവൾ ഞെട്ടിച്ചു. ആ കോലമുടൻ പറഞ്ഞ പോലെ എന്റെ ചെടികളെല്ലാം പറിച്ചിട്ടു. ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അയാൾ വീട്ടിലേക്ക് വരട്ടെ. അയാളുടെ വീടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? വേറെ എന്ത് പറഞ്ഞ സഹിക്കും, പക്ഷെ എന്റെ ചെടികൾ തൊട്ട് കളിച്ച് ഞാൻ സഹിക്കില്ല. വർണ്ണ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. റൂമിൽ വന്ന ദേഷ്യത്തിലെ തോളിലെ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞ് ബെഡിലേക്ക് വന്ന് കിടന്നു. വൈകുന്നേരം ദത്തം വരുമ്പോ ഇരുട്ടായിരുന്നു. സന്ധ്യയായിട്ടും പുറത്തെ ലൈറ്റ് ഇട്ടിട്ടില്ല. വീട്ടിലൊരു അച്ഛനൊക്കെ ഒന്നുമില്ല. അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടി. റൂമിൽ വന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ബെഡിൽ യൂണിഫോം പോലും മാറാതെ വർണ്ണ കിടക്കുന്നുണ്ട്. വർണ്ണ, എന്റെ പറ്റി വയ്യേ? അവൻ ടെൻഷനോടെ അവളെ തട്ടി വിളിച്ചു. നിങ്ങൾ എന്നോട് മിണ്ടാൻ വരണ്ട. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? നീ ഇന്നലെ പറഞ്ഞപ്പോ തന്നെ മുറ്റത്ത് നിന്ന് കയറി വന്നതല്ലേ? വർണ്ണ എണീറ്റ് ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ ദത്ത നീ ഇങ്ങനെ അഭിനയിക്കണേ? നിർത്തിരി പോലെ കുറെ നേരമായില്ല അവള് പട്ടിമോങ്ങളെ പോലെ പോകണു. കരച്ചിൽ നിർത്തി കാര്യം എന്താന്ന് പറയടി. നീ എന്തിനാ എന്റെ ചെടികൾ നശിപ്പിച്ചേ? ചെടികളോ? ഞാനോ? അതെ, നീ തന്നെ. എനിക്കൊന്നും അറിയില്ല. ഞാനെന്തിനാ നിന്റെ ചെടി നശിപ്പിക്കണേ? ദത്തനത് പറഞ്ഞ അവന്റെ കയ്യും പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. നീ അല്ലാതെ പിന്നെ ആരാ ഇതൊക്കെ ചെയ്തേ? നീ ഇന്നലെ പറഞ്ഞത് കൂടിയല്ല ഇതെല്ലാം വലിച്ചു കളയുന്നു. അങ്ങനെ കളയാനാണ് നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാനത് ചെയ്യായിരുന്നു. അല്ലാതെ ഒളിച്ചു നടന്ന് ശീലം ചെയ്യുന്ന ദത്തനില്ല. അവൻ നേരെ വേലിക്കരികിലേക്ക് നടന്നു. സനൂപേ, സനൂപേ! അവന്റെ വിളി കേട്ട് സ്മിത പുറത്തേക്ക് ഇറങ്ങി. അല്ല, ഓടിയാണ് വന്നത്. അവന് ഇവിടെ ഇല്ല. സനൂപ എവിടെ? അവനെങ്ങ് വിളിച്ചേ. അവൻ പുറത്തു പോയിരിക്കുക. അവൻ വന്ന ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക്. ഞാൻ പറയാൻ തെറ്റിട്ടാ. പറഞ്ഞപ്പോഴും തന്നെയും കരയായിരുന്നു. നീ ഒന്ന് കരച്ചിലേർത്ത് പറഞ്ഞ. അങ്ങനെ കരയാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ. ആരതെത്ത? ആരെന്റെ ചെടി നശിപ്പിച്ചേ? അത് മിക്കവാറും സനൂപ് തന്നെയായിരിക്കും. നീ കരയാതെ, നാളെ അവനോട് ചോദിക്കാം. ചോദിച്ചാ പോരാ, 2 കൊടുക്കുകയും വേണം. പിന്നെ നിന്റെ ചെടികളുടെ പേര് അടി ഉണ്ടാക്കാനും എന്നെ കിട്ടില്ല.
അത് വെറും 2 ചെടികളല്ല ദത്ത, നമ്മുടെ മക്കളാ. മക്കളാ? ആ അതെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ ചെടികളെല്ലാം എന്റെ മക്കളെ പോലെയാണെന്ന്. ഇതെന്റെ മക്കളാണ്, ഈ നിന്റെ മക്കളായിരിക്കുമല്ലോ. ഇവരുടെ അച്ഛൻ നീയും കൂടിയല്ലേ ദത്ത? അപ്പൊ പറയുന്ന കേട്ട് ദത്തൻ അവളെ തറപ്പിച്ചു നോക്കി അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് വേറൊന്നിനും കിട്ടിയില്ല എന്റെ അച്ഛനാക്കാൻ, എന്റെ മക്കളായിട്ടാണ് പോലും. ഛേ, ഇവര് ശരിക്കും പൊട്ടിയാണ്, അത് പൊട്ടിയെ പോലെ അഭിനയിക്കുകയാണോ? ദത്തൻ പിറുപിറുത്തുകൊണ്ട് റൂമിലേക്ക് വന്നു. കയ്യിലെ കവർ അലമാരിയിലേക്ക് വെച്ചു. ശേഷം പോക്കറ്റിൽ നിന്നും വർണ്ണയുടെ മോതിരം കയ്യിലെടുത്തു. വെള്ള കല്ല് വെച്ച ഒരു കുഞ്ഞു മോതിരാണിത്. ഇവളുടെ വീട്ടിൽ ഇത്രയും ചെറുതാണോ? ഇത്രയും ചെറിയ മോതിരം മതി അവളുടെ വീട്ടിലേക്ക്. ആള് ചെറുതാണെങ്കിൽ നാവിന് നല്ല നീട്ട. അവൻ ചിരിയോടെ മോതിരം അലമാരയിലെ തന്റെ ലോക്കറിലേക്ക് വെച്ചു. പിന്നീട് രാത്രി ഉറങ്ങുന്നവരെ വർണ്ണ ഇടയ്ക്കിടയ്ക്ക് വേലിയുടെ അരികിൽ നിന്ന് സനൂപ് വീട്ടിൽ വന്നോ എന്ന് എത്തി നോക്കും. അതെല്ലാം കണ്ട് ദത്തനും ചിരി വന്നിരുന്നു. ദത്ത, രാത്രി ഉറങ്ങാൻ കിടക്കായിരുന്നു വർണ്ണ. എന്താടി? ഇത് നിന്റെ വീടല്ലേ, അപ്പൊ നീ എന്തിനൊന്നും താഴെ കിടക്കണേ? എന്നാ നീ വന്ന് താഴെ കിടക്ക, ഞാൻ ബെഡിൽ കിടക്കാം. അയ്യോ അത് വേണ്ട, എനിക്ക് താഴെ കിടക്കാൻ പേടിയാ. നീ വേണമെങ്കിൽ എന്റെ അടുത്ത് വന്ന് കിടന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. അതെന്താ? എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല, അത്ര തന്നെ. ഓ വേണ്ടെങ്കിൽ വേണ്ട. അവൾ കുറച്ചു നേരം മിണ്ടാതെ കിടന്നു. ദത്ത, നീ എനിക്ക് ഉറങ്ങാൻ കൂടെ ഒരു സമാധാനം തരില്ലേ പറഞ്ഞേ? ഒരു മിനിറ്റ്, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. എന്താ കാര്യം? അതുണ്ടല്ലോ, പിന്നെ ഉണ്ടല്ലോ, ഈ നാട്ടുകാരൊക്കെ പറയണു എന്റെ സെറ്റപ്പാണ് കോകിലാന്ന്. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു. കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ.